നമസ്കാരം. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തോട്ടപ്പള്ളിയിലെ മണൽവാരലിന് പിന്നിലും നേട്ടമുണ്ടാക്കിയത് ശശിധരൻ കർത്തയുടെ ഈ കമ്പനിയാണെന്ന ആരോപണം, അതായത് CMRL ആണെന്ന ആരോപണം മാത്യു കുഴൽനാടൻ MLA ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് നിഷേധിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിരുന്നത്. എന്നാൽ മാത്യു കുഴൽനാടന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം. ഇതോടെ സർക്കാർ പൂഴ്ത്തിവെച്ച മറ്റൊരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകളാണ് പുറത്തു വന്നത്. 2018 ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് CMRL കോടികൾ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO പരിശോധിക്കുകയാണ്. മലയാള മനോരമയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും, അതായത് KMMLനും, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിനും, അതായത് IRELനുമാണ് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ IRELൽ നിന്ന് മണൽ CMRLനു കിട്ടിയെന്നാണ് GST E-way ബില്ലുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ ബെനിഫിഷിയേറ്റഡ് ഇൽമനൈറ്റ് നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ KMMLനുണ്ട്. പക്ഷേ 2018 തോട്ടപ്പള്ളി മണൽവാരൽ തുടങ്ങിയ ശേഷം 2019 വരെ CMRLൽ നിന്ന് KMML ടൺ കണക്കിന് സിന്തറ്റിക് റൂട്ടൈലാണ് വാങ്ങിയതായി രേഖകളുള്ളത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് CMRL വഴി നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാരുന്ന ധാതുമണൽ ലഭിക്കണമെങ്കിൽ ഉന്നത തലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി. KMMLും IRELും ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയാണ്. CMRLന് തോട്ടപ്പള്ളിയിലെ മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സോലോജിക്കിന് CMRL സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരുന്നു. E-way ബില്ലുകൾ പ്രകാരം CMRLന്റെ പക്കൽ നിന്ന് KMML 2018 ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങി. ഓഗസ്റ്റിൽ 27-ന് ആദ്യ ലോഡ്, 3 ദിവസം കൊണ്ട് 10 ലോഡ്, സെപ്റ്റംബറിൽ 45 ലോഡ്, ഒക്ടോബറിൽ 8 ലോഡ്, 2019 മാർച്ചിൽ 23 ലോഡ്, ഏപ്രിലിൽ 35 ലോഡ്, മെയ്യിൽ 3 ലോഡ്, ജൂണിൽ 55 ലോഡ് എന്നിങ്ങനെ വാങ്ങിയെന്നാണ് കണക്ക്. ലോഡ് 1-ന് 27 ലക്ഷം രൂപയായിരുന്നു നിരക്ക്. ചില ലോഡുകൾക്ക് 5 ലക്ഷവും കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് E-way ബില്ലുകൾ. CMRLൽ നിന്ന് സിന്തറ്റിക് റൂട്ടൈൽ KMML വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് ഇക്കഴിഞ്ഞ ജനുവരി 30-ന് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. 2018-ലും 2019-ലും വാങ്ങിയ കാര്യം മറുപടിയിലില്ല. അതേസമയം 2018-ൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ധാതുമണൽ ഖനനം തുടങ്ങുന്നതുവരെ CMRL ധാതുമണൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതായാണ് E-way ബിൽ പ്രകാരമുള്ള രേഖകൾ പറയുന്നത്. തോട്ടപ്പള്ളി മണൽ കിട്ടിയതോടെ ഇറക്കുമതി നിർത്തി. IRELന് നിലവിൽ കൊല്ലത്ത് നിന്നും മറ്റും വാരാൻ അനുമതിയുള്ളതിനാൽ ഇപ്പോഴും CMRLന് നൽകുന്നുണ്ടെന്നാണ് E-way ബില്ലുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു. കേരള തീരത്തെ ധാതുമണലിലാണ് വ്യവസായ മേഖലയിൽ വലിയ ഡിമാൻഡ് ഉള്ളത്. അതേസമയം വീണ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും SFIO തയ്യാറെടുക്കുന്നതിനിടെ എക്സോലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കിയാണ് എക്സോലോജിക്കിന്റെ ഹർജി. വീണ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും SFIO നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ROCയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സോലോജിക് മൗനത്തിലായിരുന്നു. 2022 നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു.
കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കെയാണ് എക്സോലോജിക്കിന്റെ ഹർജി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ്. KSIDCയിലും CMRLൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത്. ഇതിൽ KSIDCയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല. എന്നാൽ CMRLൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇത് വീണ വിജയന്റെ എക്സോലോജിക്കും CMRLും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഈ നോട്ടീസ് നൽകാനാണ് വീണ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിച്ചത്. കർണാടക ഹൈക്കോടതിയിലെ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ. CMRLുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചതായാണ് വിവരം. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. എക്സോലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും. ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. ഈ ഘട്ടത്തിൽ ആദ്യം വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി. നന്ദി.